സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം. ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാക്കുന്നതെന്നാണ് വിവരം. ദിവസവും നിരവധിയായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം. മെച്ചപ്പെട്ട സേവനം രോഗികൾക്ക് ഇവിടെ നിന്നും ലഭ്യമായി വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചികിത്സാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ മതിയാം വിധം സ്ഥല സൗകര്യമില്ലാത്തത് ഈ ചികിത്സാ കേന്ദ്രത്തെ വീർപ്പുമുട്ടിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പുണ്ടായിരുന്നു. എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്ന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ പറഞ്ഞു. വെള്ളത്തൂവൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നതിന് പ്രധാന കാരണം ആ 70 സെൻറ്റ് സ്ഥലം ഇപ്പോൾ KSC ബോർഡിൻ്റെ അധീനതയിലാണ്. നമുക്കത് വിട്ടുകിട്ടിയാൽ മാത്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റി ഏതാണ്ട് 450-450 വരുന്ന പാലിയേറ്റീവ് രോഗികളും ദിനം പ്രതി 350-ൽ പരം ആളുകൾ OPയിലും വന്ന് ഡോക്ടറെ കാണുന്ന ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ബിൽഡിംഗ് പണിയുവാനോ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനും കഴിയുമോ? നമ്മൾ നിരന്തരമായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ പിന്നാലെ ഇടപെട്ട് യാതൊരു പുരോഗതിയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂവും KSC ബോർഡും സംയുക്തമായിട്ട് പരിശോധന നടത്തി ഈ സ്ഥലം 1960 മുമ്പ് മുതൽ വില്ലേജ് ഓഫീസും ആശുപത്രിയും പഞ്ചായത്തും പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം റവന്യൂ ഭൂമിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ സ്ഥലം പഞ്ചായത്തിന് വിട്ടുതരണം, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് വിട്ടുകൊടുത്ത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ ആശുപത്രിയെ നവീകരിക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ധാരണയിൽ എത്തേണ്ടുന്ന വകുപ്പുകൾ ഏറ്റവും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നു.